ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്ന് വിചാരിച്ചതേനി ഇന്ന്, ബട്ട് നല്ല നേരം വൈകിട്ടാണ് എണീറ്റത്. പിന്നെ എണീറ്റ് രാവിലത്തെ ചായ കുടി അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നും കിടന്നുറങ്ങി. അതുകൊണ്ട് തന്നെ രാവിലത്തെ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഒരു 12 മണിക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇത്. ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി ഫേഷ്യൽ ക്ലെൻസർ ആട്ടോ. ഇത് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞേക്ക് ഞാൻ നേരെ നിസ്കരിച്ചിട്ട് പിന്നെ ഇന്ന് റൂമിൽ ഫുഡ് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഫുഡ് കൊണ്ടായിട്ടോ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ രണ്ടാളും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിന് കേട്ടോ. കുറച്ച് നേരം ഉറങ്ങിയതിന് ശേഷമാണ് പിന്നെയും ഓൾ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നത്. സോ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നൈറ്റേ വരുള്ളൂ. സോ അതുവരെയുള്ള ടൈം ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ല. അപ്പോൾ വീണ്ടും ഉറങ്ങും, അതേപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കും. ഇതാണ് മെയിൻ പരിപാടി കേട്ടോ. പിന്നെ വെറുതെ ഓരോന്ന് ആലോചിച്ചിരിക്കും. ഇപ്പോഴത്തെ മെയിൻ ചിന്ത എന്താ വെച്ച് കഴിഞ്ഞാൽ 2024 കഴിഞ്ഞ് 25 ഇത്രയും കാലമായിട്ട് ഞാൻ എന്താണ് എൻ്റെ ലൈഫിൽ നേടിയത് എന്നുള്ളത് എൻ്റെ മെയിൻ തോട്ട് കേട്ടോ. അതൊക്കെ ചിന്തിച്ച് ഒരു ആപ്പിളും കഴിച്ചിട്ടാട്ടോ അപ്പോൾ ഞാൻ ഇരിക്കുന്നത്. പിന്നെ കുറച്ച് വേസ്റ്റ് കൊണ്ടുപോയിടാനുണ്ടായിരുന്നു, അത് കൊണ്ടുപോയിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി കേട്ടോ. ഇറങ്ങി നോക്കുമ്പോഴാണ് നല്ല അടിപൊളി വ്യൂ ഉണ്ടായിട്ട്. ഇത് സൺസെറ്റിൻ്റെ ടൈം ആയതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടായിന് കാണാൻ വേണ്ടിയിട്ട്. സോ ഞാൻ വിചാരിച്ച് കുറച്ച് നേരം നടന്നിട്ട് വരാമെന്ന് കേട്ടോ. ഞാനിവിടെ വന്നിട്ട് എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, മേ ബി മരങ്ങളും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ടായിരിക്കാം ആകാശം നല്ല കൂടുതലുള്ള മാതിരി തോന്നുന്നുണ്ട് കേട്ടോ. സത്യത്തിൽ മരങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നല്ല കൂടുതൽ ആകാശമുള്ള മാതിരി നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിന് ആ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കറക്റ്റ് പ്രോപ്പറായിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു കേട്ടോ. വേസ്റ്റിൻ്റെ ആണെന്നുണ്ടെങ്കിലും എല്ലാതാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ റോഡിൻ്റെ സൈഡിൽ കൂടെ കറക്റ്റ് ബാസ്ക്കറ്റ്സ് കാണാം. അപ്പോൾ അതിൽ കൊണ്ടുപോയിട്ടാണ് നമ്മൾ വേസ്റ്റൊക്കെ ഇടുക കേട്ടോ. ഇപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റോഡ് സൈഡിലൊന്നും അങ്ങനത്തെ വേസ്റ്റും കാര്യങ്ങളൊന്നും നമ്മളെ നാട്ടിലില്ല പോലെ കാണൂല കേട്ടോ. ആ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് നല്ല അടിപൊളി അതിനെന്ന് അങ്ങനെ ചിന്തിച്ച് പോലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു ഈവനിങ് ആയിട്ടുള്ളൊരു സൺസെറ്റിൻ്റെ ടൈമത്തെ വ്യൂ കേട്ടോ. ഇവിടെ നമ്മളെ നാട്ടിൽ നോർമലി ഇങ്ങനെ കാട്ടിലൊക്കെ ഉണ്ടാവുന്ന മരങ്ങളും പൂക്കളൊക്കെ ഇല്ല, അതുവരെ ഇവിടെ ഇവർ വെള്ളം കൊടുത്ത് നല്ല പരിപാലിച്ചിട്ടാട്ടോ നോക്കുന്നത്. ഈ മരങ്ങൾ ഇതിൻ്റെയൊക്കെ അടിയിൽ കാണാം ഒരു പൈപ്പ്, അത് അതിന് വാട്ടർ സപ്ലൈക്ക് ഉള്ളതാണ് കേട്ടോ. പിന്നെ ഇത് ഇവർ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് പോകുന്നത്. അത് കട്ടിങ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ എല്ലാ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും കേട്ടോ. ഇപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നടക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു പേടിയോ കാര്യങ്ങളൊന്നും എനിക്ക് ഇന്നുവരെ തോന്നിയിട്ടില്ല. കാരണം ഇവിടുത്തെ റൂൾസും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. സോ നമ്മളെ നാട്ടിൽ കുറേ ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ വരെ പേടിയായിരിക്കും, ഓരോരുത്തരുടെ നോട്ടവും ഓരോരുത്തരുടെ സംസാരം പേടിച്ചിട്ട്. അതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ റൂൾസാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടോ, ബുഷ് പോലത്തെ ഉള്ള ചെടിയാണ്. ഇത് കറക്റ്റ് പോലെ മെയിൻറ്റെയിൻ ചെയ്ത് കട്ട് ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് ഒരു ഷേപ്പിൽ ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും ഇവർക്ക് മരങ്ങളോടൊക്കെ വേറെ എന്തോ ഒരു വികാരമാണെന്ന്. അങ്ങനെയല്ല, ഇവർ മരം വരെ കട്ട് ചെയ്ത് ഷേപ്പിലാണ്. ഇത് ശരിക്കും സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ. ഇവർ കട്ട് ചെയ്യാൻ മറന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ ഇതുപോലത്തെ കുറേ ബുഷുകളുണ്ട്. ഇതൊക്കെ റോഡ് സൈഡിലാണ്. നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ വീട്ടിലൊക്കെ സൈഡിൽ വെക്കലില്ലേ, അതേപോലത്തെ സെയിം ടൈപ്പ് ഓഫ് ബുഷാണ് കേട്ടോ. ഇതിൻ്റെ അടിയിലുള്ള പൈപ്പ് ഉണ്ടല്ലോ, അത് അതിൻ്റെ വാട്ടർ സപ്ലൈൻ്റെ ആണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം ഞാൻ നടന്നു, ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ നടന്നതിന് ശേഷം ഞാൻ നേരെ റൂമിൽ പോകുന്നു കേട്ടോ. പിന്നെ ഞാൻ ചായ ഉണ്ടാക്കാനാണ് നിന്നത്. പിന്നെ ചായ ഉണ്ടാക്കി. ഞാൻ എപ്പോഴും ചായ കുടിക്കുമ്പോൾ ആരെങ്കിലും ഒരുമിച്ചിരുന്ന് കുടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. 2-3 ആൾക്കാരുടെ വർത്തമാനം പറഞ്ഞിങ്ങനെ ഒറ്റയ്ക്ക് കുടിക്കുമ്പോൾ ഞാൻ അധിക ദിവസങ്ങളും ചായ ഒന്നും കുടിക്കലില്ല. ഇടയ്ക്ക് കുടിക്കും, മിക്ക ദിവസങ്ങളും കുടിക്കലില്ല. എനിക്ക് അഥവാ എന്തെങ്കിലും മൂടുണ്ടെങ്കിൽ മാത്രം കുടിക്കുന്ന സംഭവമാണ് കേട്ടോ ഇപ്പോൾ ചായ. അങ്ങനെ ചായയും കുടിച്ച് പ്ലസ് ഒരു കേക്ക് ഉണ്ടായിന്, ഒരു മൗണ്ടൻ കേക്ക് പറഞ്ഞിട്ടൊരു കേക്ക് ഉണ്ടായിന്, അതും കഴിച്ചിട്ടോ. അതും കഴിച്ച് അവിടെ ഇരുന്ന് പിന്നെ കുറേ നേരം ഞാൻ ഫോണുമ്മ കളിക്കുന്നത്. എനിക്ക് ഈ ഫോണിലാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത്. സോ അതൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഫോണുമ്മ കളിച്ച് അധികം നേരം ഇങ്ങനെ കുറേ ടൈം വെറുതെ ഇരിക്കലുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഒരു പണി ഉണ്ടായില്ല ഇന്ന്. അങ്ങനത്തെ ഒരു ഡേ ആയിരുന്നു. പിന്നെ ഞാനിപ്പോൾ ചിന്തിക്കുന്നുണ്ട് കുറച്ച് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ തുടങ്ങാമെന്ന് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോയിൽ കണ്ടിന് എനിക്ക് കണ്ണിന് ചുറ്റും നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. സോ അതിനുള്ളൊരു ഹോം റെമഡി നോക്കിയിട്ട് തപ്പി തരണം എനിക്കൊരു ഹോം റെമഡി കിട്ടിയിട്ടുണ്ടായിനി. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ചാനലിൽ തന്നെ. അപ്പോൾ അതൊക്കെ ഞാൻ ട്രൈ ആക്കി. ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടേ വീഡിയോ എടുക്കൽ സ്റ്റാർട്ട് ചെയ്ത് എണീക്കാൻ ലേറ്റായി. സോ രാവിലത്തെ എന്തൊക്കെയാണെന്നുള്ളത് ഓട്ടോമാറ്റിക്കലി എടുക്കാൻ പറ്റൂലല്ലോ, എണീക്കാൻ അത്രത്തോളം ലേറ്റായിന്. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ലടോ. അതായത് ഇവിടെ വിസിറ്റിംഗ് വിസക്ക് വന്നോൽക്കറിയാം എന്താണ് ഇവിടെ പരിപാടി എന്നുള്ളത്. മെയിൻ വീഡിയോ എടുക്കൽ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്കിവിടെ പ്രത്യേകിച്ചൊരു പണിയില്ല എന്നുള്ളത്. അതായത്
24 മണിക്കൂറിൽ ഒരു 18 മണിക്കൂർ ഉറക്കുന്നില്ലത് വേണമെന്നുണ്ടെങ്കിൽ പറയാം. കാരണം ഞാൻ അത്രത്തോളം ഉറങ്ങും. പിന്നെ ഈ ഉറങ്ങണതൊക്കെ ഞാൻ വീഡിയോയിൽ എന്ത് കാണിക്കാനാ? അപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ല അതിൻ്റെ. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്ക് മനസ്സിലായത് കാര്യമായിട്ട് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത്. വിസിറ്റിംഗ് വിസയിൽ UAEക്ക് വന്നവർക്ക് ക്യാൻ റിലേറ്റ്. അതായത് ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോണേ എങ്ങനെ കൺഫ്യൂസ്ഡ്. അങ്ങനെയല്ല, ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് വിസിറ്റിംഗ് വിസയ്ക്ക് വന്ന ലേഡീസ് ക്യാൻ റിലേറ്റഡ് ടു ദിസ് സംഭവം. അതാണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാല്ല. തിന്നുക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, എണീക്കുക, ഫുഡ് കഴിക്കുക, ഉറങ്ങുക, എണീക്കുക, ഇത്ര തന്നെ ഉള്ളു ഗൈസ്. ഡ്രസ്സ് കുറച്ച് വാഷ് ചെയ്യാനുണ്ടായിനി, അത് വാഷ് ചെയ്യാനിട്ടുങ്ങാണ്ട് പിന്നെ കുറച്ച് ബദാമും ഇരുന്ന് കഴിച്ചിട്ടാ. അത് കഴിഞ്ഞ് അടുക്കളയിൽ കയറി ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കേന്. അപ്പോഴാണ് എനിക്കൊരു കോൾ വരുന്നത്, അസ്ന ഇന്ന് ഫുഡ് ഉണ്ടാക്കണ്ട, നമുക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്ന്. കേട്ടത് പാതി കേൾക്കാത്ത പാതി ഞാൻ വേഗം റൂമിൽ വന്ന് ഫോണുമ്മ കളിക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടാ. കുറേ നേരം റീൽസും കണ്ടിരുന്ന് അങ്ങനെ സമയം പോയി 10, 11, 12 മണിയായി. 12 മണിയായപ്പോൾ അതാ മൂപ്പര് വന്ന് ബാ പോവാന്ന് പറഞ്ഞങ്ങാണ്ട്. സോ നേരെ ഒരു അപായം ഇട്ടുങ്ങാണ്ട് ഞാൻ ഇറങ്ങിട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മളപ്പം എപ്പോഴും വീഡിയോയിലുണ്ടാണ് ഒരു ചെങ്ങായി ഉള്ളത്. ഇതാ ചെങ്ങായിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മൂന്നാളും ഒരുമിച്ച് രാത്രി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ ഒരു പാർക്കിക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇതാ ഇവിടെ ഒരാളെ കോപ്രായം കണ്ടില്ലേനോ, കാര്യമായിട്ട് വർക്കൗട്ട് ചെയ്യാണ് ഗൈസ്. ആത്മാർത്ഥത തന്നെ, വേറെ എന്താ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇവിടെ നമ്മളെ നാട്ടിൽ വെറുതെ കാട്ടുകൂടെ നടക്കുന്ന പുല്ലുകളൊക്കെ ഇവർ നട്ട് നനച്ച് വളർത്തുന്നുണ്ട്. അതേപോലെ ഒരു കാട് എന്ന് പറഞ്ഞ പാർക്ക് കഴിഞ്ഞിട്ട് അത്. ബട്ട് നല്ല രസമാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കാൻ. കുറേ പൈൻ ട്രീസൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ സൈഡിൽ കൂടെ. പകലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടായിന് കാണാൻ. ഇത് ഫുള്ള് ഇവിടെ കാണുന്ന മരങ്ങൾ ഫുള്ള് നമ്മൾ വിചാരിക്കും ഇത് കാട് വന്ന് ഇതായതാണ്. ബട്ട് ഇത് ഫുള്ള് ഇവർ നട്ട് നനച്ച് വളർത്തുന്നതാണ് കേട്ടോ. ഒരു തേങ്ങയും കിട്ടൂല. വേണേ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇവൻ നക്കിയാ ഒന്നും തരൂല. ഓൻ ഓടുന്നു വെറുപ്പിക്കൽ തുടങ്ങി. ഒരു 1/2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ ഓർഡർ ആക്കിയ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മളെല്ലാവരും ഇരുന്ന് കഴിച്ചിട്ടോ. ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പേന്. ഒരു 14 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിട്ടോ. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിന് കേട്ടോ. സോ തണുപ്പത്ത് ഇരുന്നിട്ട് ചൂടുള്ള ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞത് ഒരു രസം തന്നെയാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കൈ വാഷാക്കിയിട്ട് നേരെ ഓനെ റൂമിലാക്കിയിട്ട് നമ്മൾ നേരെ നമ്മളെ റൂമിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. റൂമിൽ വന്ന് നേരെ കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു ഗായ്സ്. ടാറ്റാ ബൈ ബൈ.